guys, welcome back to another episode of collegemunchi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BDS പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലെ ടോപ്പ് 5 കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ BDS പഠിക്കാൻ ഇരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്കറിയാം എഡ്യൂക്കേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അക്കാഡമിക്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വേറെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണ്. ഒരു കോഴ്സ് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള കോളേജസ് ഒക്കെ വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ഇനി BDSൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലബോറട്ടറി ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നല്ല പോലത്തെ ബെസ്റ്റായിട്ട് നിൽക്കുന്ന കുറച്ച് കോളേജസ് ഉള്ളത് നമ്മുടെ ബാംഗ്ലൂരാണ്. എന്നാൽ അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ കുറേയധികം കോളേജസ് ഉണ്ട്. അതിൽ തന്നെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്ത, ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത കോളേജസും കുറേ ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കോളേജസിലെല്ലാം പോയി പഠിച്ചിറങ്ങിയതിന് ശേഷമായിരിക്കും അവർക്ക് അറിയുന്നത് ഈ ഒരു കോളേജിന് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നുള്ള കാര്യം അവരറിയുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ BDS പോലൊരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. കാരണം BDS പഠിക്കാനായിട്ട് കുറേ അധികം ഫെസിലിറ്റീസ് നമ്മൾ പഠിക്കുന്ന കോളേജ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിൽ BDS പഠിപ്പിക്കുന്ന കുറച്ച് ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് MS രാമയ്യ ഡെന്റൽ കോളേജ്. അപ്പോൾ ബാംഗ്ലൂരിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MS രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ഒരു കോളേജ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അപ്രൂവലും അതേപോലെ തന്നെ NAC A ഗ്രേഡ് അക്രഡിറ്റേഷനും കിട്ടിയിട്ടുണ്ട്. UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വാല്യൂവിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഓരോ വർഷവും 100+ സ്റ്റുഡൻസ് ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഇനി ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും ഇവർ ടോപ്പായിട്ട് തന്നെ നിൽക്കും. ആൻഡ് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, ഇൻറ്റേൺഷിപ്പ് അസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒരു BDS കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് MS രാമയ്യ ഡെന്റൽ കോളേജ്. അടുത്തതാണ് BR അംബേദ്കർ ഡെന്റൽ കോളേജ്. കർണാടകയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രൈവറ്റ് കോളേജാണ് നമ്മുടെ BR അംബേദ്കർ ഡെന്റൽ കോളേജ്. ഇവർക്കും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോളേജിലും 100+ സ്റ്റുഡൻസ് ആണ് ഓരോ വർഷവും അഡ്മിഷൻ എടുക്കാറുള്ളത്. പോരാത്തതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇവർ തന്നെയാണ് ബെസ്റ്റ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ 3rd ഇയർ മുതൽ തന്നെ നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ഈ ഒരു ഹോസ്പിറ്റൽസിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും നല്ല രീതിയിൽ പേഷ്യൻസിനോട് എങ്ങനെയൊക്കെ ഇടപെടാം, അതേപോലെ തന്നെ ഡോക്ടറും പേഷ്യൻറ്റും ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും. നെക്സ്റ്റ് വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് KLE ഡെന്റൽ കോളേജ്. ഈ ഒരു ഡെന്റൽ കോളേജിനും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും അതേപോലെ തന്നെ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലും NAC A ഗ്രേഡ് അക്രഡിറ്റേഷനും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും 100+ സ്റ്റുഡൻസ് ഓരോ വർഷം അഡ്മിഷൻ എടുക്കാൻ വരാറുണ്ട്. ഇവർക്കും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്. അതാണ് KLE ഡെന്റൽ ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡഡ് ആയിരിക്കും. ആൻഡ് ഇനി നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് 1 ഇയർ ഇന്റേൺഷിപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയൊക്കെ പേഷ്യൻസിനോട് ഇടപഴകണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇനി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ടോപ്പായിട്ട് നിൽക്കുന്ന ക്ലോ ഡെന്റൽ, അപ്പോളോ വൈറ്റ് പോലുള്ള ഹോസ്പിറ്റൽസിലാണ് ഇവർ പ്ലേസ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് കുറേ അധികം പ്രൈവറ്റ് ക്ലിനിക്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്സിൻ്റെ കാര്യം ആലോചിച്ചിട്ടും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നല്ല രീതിയിൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് KLE ഡെന്റൽ കോളേജ്. അടുത്തതായിട്ട് വരുന്ന ഒരു ടോപ്പ് കോളേജാണ് വൈദേഹി ഡെന്റൽ കോളേജ്. അപ്പോൾ ബാക്കി കോളേജസിനെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അപ്രൂവലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പ്രൈവറ്റ് ഡെന്റൽ കോളേജാണ് വൈദേഹി ഡെന്റൽ കോളേജ്. ഇനി നിങ്ങൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഇവർ വൈദേഹി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഈ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊവൈഡഡ് ആയിരിക്കും. ആൻഡ് 2nd ഇയർ തൊട്ട് തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടാനും കൂടുതൽ പ്രാക്ടിക്കൽ നോളേജ് കിട്ടാനും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ആൻഡ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് അതേപോലെ തന്നെ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിലും സർട്ടിഫിക്കറ്റ് വാല്യൂ, ബ്രാൻഡ് വാല്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം
ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡഡ് ആണ്. ആൻഡ് ഇനി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കുറേ അധികം നല്ല ഡെൻ്റൽ കോളേജസിൽ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ബാംഗ്ലൂരിലെ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രാജരാജേശ്വരി ഡെൻ്റൽ കോളേജ്. രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഡെൻ്റൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഇവിടെ നിന്നാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി കോളേജസിനെ പോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പോരാത്തതിന് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അക്രഡിറ്റേഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടി ഇന്റേൺഷിപ്സ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇവർ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കാതിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ BDS എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള കോളേജാണോ, ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേഷൻ ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ അധികം സ്കാം എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജസിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇനി പോരാത്തതിന് റെഗുലർ ആയിട്ട് അഡ്മിഷൻ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം.